ഹോർമൂസ് എന്ന ഒറ്റ വിഷയത്തിൽ തട്ടിയാണ് കേട്ടോ ഒന്നാം വട്ട ചർച്ചകൾ അലസിപ്പിരിഞ്ഞത്. എന്തായിരുന്നു അമേരിക്കയുടെ ആവശ്യം? എത്രയും പെട്ടെന്ന് ഹോർമൂസ് കടലിടുക്ക് തുറക്കണം എന്നാണ് ഇറാനോട് അമേരിക്ക ആവശ്യപ്പെട്ടത്. അതിന് രണ്ട് ഉപാധികളാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്. ഒന്ന്, അമേരിക്ക ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇറാനെതിരായിട്ടുള്ള ആക്രമണം എന്നേക്കുമായി അവസാനിപ്പിക്കണം. രണ്ട്, ഹോർമൂസ് കടലിടുക്കിൽ ടോൾ പിരിക്കാനുള്ള അവകാശം ഇറാന് ലഭിക്കണം. ഈ രണ്ട് ആവശ്യങ്ങളും ഉപാധികളും അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറായിരുന്നില്ല. നമുക്കറിയാമല്ലോ, ഈ ഇറാന്റെ അധീനതയിലും നിയന്ത്രണത്തിലുമാണ് ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കുള്ളത്. അവിടെ ടോൾ പിരിക്കാൻ അനുവാദം നൽകിയാൽ എന്നേക്കുമായി ഹോർമൂസ് കടലിടുക്ക് ഇറാന് തീരെഴുതി കൊടുക്കുന്നതിന് തുല്യമാകും എന്ന് അമേരിക്കയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് അമേരിക്ക അത് അംഗീകരിക്കാതിരുന്നത്. ഏതായാലും ആ ചർച്ചയെല്ലാം അലസിപ്പോയിരിക്കുന്നു. ഒരു സന്ധി സംഭാഷണവും ഇനി സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അമേരിക്കൻ സംഘം ഇസ്ലാമാബാദിൽ നിന്ന് പോയത്. പക്ഷേ 9 ദിവസത്തിന് ശേഷം വീണ്ടും ഒരു ചർച്ച ചെയ്താൽ നടക്കാൻ പോകുന്നു എന്ന സന്ദേശം പുറത്തേക്ക് തന്നത് പാകിസ്ഥാനായിരുന്നു. ഈ ചർച്ചകൾക്കെല്ലാം ഇടനില വഹിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാന്റെ ജനറൽ ആയിട്ടുള്ള അസീം മുനീർ കഴിഞ്ഞ ദിവസങ്ങളിൽ ടെഹ്റാൻ